സുജോ, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞല്ലോ വി.ഡി. സതീശൻ എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല, അക്കാര്യത്തിൽ യാതൊരുവിധ നിലപാടും KPCC നേതൃത്വത്തിൽ തന്നെ അറിയിച്ചിട്ടില്ല, രാജി ആവശ്യപ്പെട്ടിട്ടില്ല, തൻ്റെ സ്വന്തം തീരുമാനത്തിൽ ഞാൻ രാജിവെക്കുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രാജി ആവശ്യപ്പെട്ടതല്ല, താൻ സ്വന്തമായി സ്വമേധയാ രാജിവെക്കുന്നു എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ തനിക്ക് ആരുടെയും അത്തരത്തിലുള്ള നിലപാട് ആവശ്യമില്ല. സുജു എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണോ? അല്ല ക്യാമറ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താ. യെസ് സുജു, ഞാൻ ചോദിച്ചു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുന്നുണ്ട് വി.ഡി. സതീശനെ. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള അല്ല മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി വന്ന ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് സ്തുതി പാഠകർ പോലും തന്നെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സ്തുതി പാടിയത്? മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ ഉമാ തോമസ് തള്ളിപ്പറയുന്നു, രമേശ് ചെന്നിത്തല തള്ളിപ്പറയുന്നു, ഷാനിമോൾ ഉസ്മാൻ തള്ളിപ്പറയുന്നു, ജോസഫ് വാഴക്കൻ തള്ളിപ്പറയുന്നു. അത്തരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യം എന്ന ഏകാഭിപ്രായത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ രാജി വേണ്ട, ഷാഫി പറമ്പിലാണ് പറഞ്ഞത് രാജി വേണ്ട, രാജിവെക്കേണ്ട ഒരു സാഹചര്യമില്ല. 2-3 ദിവസം മിണ്ടാതിരുന്ന 3-ാം ദിവസമാണ് വി.ഡി. സതീശൻ പറഞ്ഞത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു. അപ്പോഴും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ആരോപണങ്ങളെ നേരിടണമെന്ന് കൃത്യമായ ഒരു നിലപാട് പറയാൻ വി.ഡി. സതീശന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്ന ആൾക്കാരാരാണ് എന്ന് കൃത്യമായി തന്നെ നമ്മൾക്കറിയാം. ആ ആളുകളെ കൂടി വിമർശിക്കുന്ന തരത്തിലാണ് ഇന്നലെ, ആ ആളുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. സ്തുതി പാഠകർ പോലും തന്നെ വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്തുതിപാഠകർ എന്ന സ്വാഭാവികമായി രാഹുൽ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ആളുകൾ തന്നെയായിരിക്കാം. രാഹുൽ ഗാന്ധിയെ പറ്റി എന്നും വേണമെങ്കിൽ തോന്നിപ്പിക്കാൻ തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. എന്നാൽ അത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുമ്പോൾ പോലും രാഹുൽ പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയം തന്നെയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. സ്തുതിപാഠകർ പോലും വിമർശകരായി മാറി എന്ന തരത്തിൽ രാഹുൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അയാൾ സ്ഥാനമാനങ്ങൾക്കപ്പുറത്തേക്ക് അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞു വെക്കുന്നതായിരിക്കാം. പക്ഷേ സ്തുതിപാഠകർ വിമർശകരായി മാറിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രാഹുലിൻ്റെ വിമർശകരായി വരുന്നത് ആരാണ്? കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിലും രാഹുലിന് എതിർ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു സ്തുതിപാഠകർ ഉണ്ടായിട്ടില്ല. കാരണം രാഹുലിൻ്റെ രാഷ്ട്രീയവും രാഹുൽ വെച്ചു പുലർത്തിയിരിക്കുന്ന സമീപനവും അത്തരത്തിലായിരുന്നു. കൃത്യമായി അധിക്ഷേപ പരാമർശങ്ങൾ, ആർക്കെതിരെയും എന്തും പറയാം എന്ന തരത്തിലുള്ള രീതിയായിരുന്നു രാഹുൽ വെച്ചു പുലർത്തിയിരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ പോലെ ഒരു മഹനീയമായ കാര്യത്തിൽ അനാശാസ്യമുണ്ടെന്ന് പറയത്തക്ക രീതിയിൽ അത്രമേൽ തരം താഴ്ന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും എതിർഭാഗത്തുനിന്ന് സ്തുതിപാഠകർ ഉണ്ടാകില്ല. പകരം സ്വന്തം പാളയിൽ നിന്നായിരുന്നു സ്തുതിപാഠകരും ആരാധകരും ഒക്കെ ഉണ്ടായിരുന്നത്. അത്തരം ആരാധകരും സ്തുതിപാഠകരൊക്കെ വിമർശകരായി മാറി എന്ന് രാഹുൽ പറഞ്ഞു വെക്കുന്നതിൽ കൂടി തന്നെ രാഹുൽ കൃത്യമായി പാളയത്തിനുള്ളിലെ പട അത് പറയാതെ പറയുക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയാണ് അറിയേണ്ടത് ആരായിരുന്നു ആ സ്തുതിപാഠകർ, അവർ എപ്പോഴാണ് വിമർശകരായി മാറി എന്നുള്ള കാര്യത്തിൽ രാഹുൽ നിലപാട് വ്യക്തമാക്കണം. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമാണ്. പ്രത്യേകിച്ച് ഈ രാഹുലിനെതിരെ വന്ന ലൈംഗിക പീഡന ആരോപണത്തിൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് വലിയ അതൃപ്തിയുണ്ട്. പലപ്പോഴും രാഹുലിൻ്റെ ചില ആരോപണങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷമാണ്. കാരണം ഏത് തരത്തിലാണ് ഇത്തരമൊരു MLA പൊതുപ്രവർത്തനം നടത്തുമ്പോൾ വനിതകൾക്ക് അദ്ദേഹത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? ഏത് തരത്തിലായിരിക്കാം മറ്റ് പോഷക സംഘടനയിലെ വനിതകൾക്ക് ഈ MLAയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തമാണ്. അത്തരം ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി രാഹുലിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുമോ എന്നറിയേണ്ടത്. അതായത് ഒരു MLA ഉയർത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ പുറത്തു വന്ന ഓഡിയോ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ കോൾ റെക്കോർഡുകൾ, ചാറ്റുകളൊക്കെ സൂചിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണെങ്കിൽ രാഹുൽ അത് ആണോ അല്ലെന്ന് രാഹുലാണ് വിശദീകരിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണം. എന്നാലും പൊതുസമൂഹത്തിന് മുമ്പിൽ ആ ഓഡിയോ സംഭാഷണങ്ങളൊക്കെ മുമ്പിലുണ്ട്. അത്തരം ഓഡിയോ സംഭാഷണങ്ങൾ രാഹുലിൻ്റെ ആണെങ്കിൽ രാഹുൽ ഒരു കൊടും കുറ്റവാളിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്കാർക്കും ഉണ്ടാകില്ല. കാരണം അത്രമേൽ കുറ്റകൃത്യങ്ങൾ ഉള്ളടങ്ങുന്ന, അതായത് നിർബന്ധിത ഗർഭചിത്രം മാത്രമല്ല, ഒരാളെ കൊലപ്പെടുത്താൻ എത്ര നിമിഷം വേണമെന്ന് രാഹുൽ ചോദിക്കുന്നു. ഏതാണ്ട് മുൻ അനുഭവമുള്ള തരത്തിലാണ് രാഹുലിൻ്റെ ചോദ്യം. ആ സംഭാഷണങ്ങളൊക്കെ തന്നെ ശരിയാണെങ്കിൽ, രാഹുലിൻ്റെതാണെങ്കിൽ രാഹുൽ കൊടും കുറ്റവാളിയാണ്. അങ്ങനെയെങ്കിൽ ഈ കൊടും കുറ്റവാളിയെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. കാരണം
അങ്ങനെയുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഉമാ തോമസ് നമ്മളുടെ വാക്കുകളല്ല, ഏതെങ്കിലും CPIM-ൻ്റെയോ അല്ലെങ്കിൽ രാഹുലിനെ വിമർശിക്കുന്ന BJP നേതാക്കളുടെ വാക്കുകളല്ല, രാഹുലിൻ്റെ ഒപ്പമുള്ള നിയമസഭയിൽ രാഹുലിൻ്റെ ഒപ്പം പ്രവർത്തിക്കേണ്ട വനിതാ MLA ആയിരിക്കുന്ന ഉമാ തോമസിൻ്റെ വാക്കുകളാണ്. ഒരു നിമിഷം പോലും രാഹുൽ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല, അല്ലെങ്കിൽ രാഹുൽ രാജിവെക്കണം, രാജിവൈകില്ലേ. അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉമാ തോമസ്, PT തോമസിൻ്റെ അന്തരിച്ച നേതാവ് PT തോമസിൻ്റെ ഭാര്യ കൂടിയായിരിക്കുന്ന ഉമാ തോമസ് പറയുന്നത് ഒരു നിമിഷം ഉമാ തോമസിൻ്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തമാണ്. കാരണം നിയമസഭയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ആ കോൺഗ്രസിൻ്റെ ബ്ലോക്കിൽ ആ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുമ്പോൾ രാഹുലിൻ്റെ ഒപ്പം ഇരുന്ന് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കേണ്ട MLA ആണ് ഉമാ തോമസ്. ആ MLA പോലും രാഹുൽ രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഉമാ തോമസിൻ്റെ ഭാഗത്തുനിന്ന് പോലും പരസ്യമായി ആവശ്യമുയരുമ്പോഴാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന പുതിയ ഫോർമുല AICC-യും KPCC-യൊക്കെ ചേർന്ന് രൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ചിലതൊക്കെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചോദ്യങ്ങളായി വരുന്നത്. അവിടെയാണ് സംശയം വരുന്നത്. രാഹുലിൻ്റെ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രമായിരുന്നോ ഇന്നലത്തെ വാർത്താ സമ്മേളനം? ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അവന്തികയുടെ പേരും ഉള്ള മറുപടി മാത്രം നൽകിയത് ചില സൂചനകളാണോ? ഇനിയും വാർത്താ സമ്മേളനം നടത്തിത്താൻ മറ്റു പല നേതാക്കൾക്കെതിരെയും പ്രതികരണം നടത്തുമെന്ന സൂചനയാണോ രാഹുൽ നടത്തിയത്? ഈ ഒരു പക്ഷേ അത്തരം സൂചനയാണെങ്കിൽ ആ സൂചനയിൽ AICC നേതൃത്വത്തിലും അല്ലെങ്കിൽ KPCC ഉള്ള നേതാക്കൾ ഭയപ്പെടുന്നു. നമ്മൾ സംശയിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സൂചനയാണെങ്കിൽ രാഹുൽ ഈ തിരികെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യണ പാർട്ടി നേതൃത്വത്തെ തനിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ തുടർന്നു കഴിഞ്ഞാൽ താനും ചില കാര്യങ്ങൾ പറയുമെന്ന്. എന്തായാലും ഇനി അറിയാനുള്ളത് രാഹുലിൻ്റെ മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം അടിയറവ് വെക്കുവോ, അതല്ല പൊതുജനങ്ങളുടെ അഭിപ്രായവും സ്വന്തം കൂട്ടത്തിലുള്ള വനിതാ MLA-മാരുടെ നിലപാടിനാണോ കോൺഗ്രസ് വില കൽപ്പിക്കുക? ഇനിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ധാർമ്മികത തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന. പാർട്ടിയിലെ യുവ MLA-യുടെ വാദങ്ങൾക്കും ഭീഷണികൾക്കും മുമ്പിലാണോ കോൺഗ്രസ് മുട്ടുമടക്കുക? അതല്ല ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണോ കോൺഗ്രസ് നിൽക്കുന്നത്? പ്രത്യേകിച്ച് വനിതകളുടെ, അതിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള കേരളത്തിലെ വനിതാ MLA ഉമാ തോമസിൻ്റെ നിലപാടിനൊപ്പമാണോ കോൺഗ്രസ് പാർട്ടി എന്നാണ് അറിയാനുള്ളത്. എന്തായാലും കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ സൂചന ലഭിക്കും. എങ്ങനെയായിരിക്കും കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. വിനീഷ.